മോർണിംഗ് ഗൈസ്. ഇന്ന് സാറ്റർഡേ ആണ്. നമുക്ക് മൺഡേ ആണല്ലോ വിഷു. നമ്മൾ ഇത്തവണ നാട്ടിൽ പോയിട്ടില്ല. വിഷു ബാംഗ്ലൂരാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാന്ന് വിചാരിച്ചത്. അപ്പൊ മോനുന്റെ സിസ്റ്ററിന്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ നമ്മൾ വരുന്ന വഴിയിൽ ഒരു കൊന്നപ്പൂയുടെ മരം കണ്ടു. അപ്പം അതിന്ന് കൊന്നപ്പൂ പൊട്ടിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് മോനും കൂടിയിട്ട്. അളിയൻ ഓഫീസിൽ പോയിരിക്കുകയാണ്. ഞാൻ ഒരു ചായ കുടിച്ച് ഇരിക്കുന്നുണ്ട് ഇപ്പം. അത് കഴിഞ്ഞിട്ട് എങ്ങടേലും പോവാം, കാരണം സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അതിന് കുറച്ച് ലിസ്റ്റും പിന്നെ എവിടെ പോകണം അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യാൻ പറഞ്ഞിട്ടാണ് എന്നെ ഇവിടെ ഇരുത്തിയിട്ട് അവർ പോയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഞങ്ങള് മെയിനായിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിഷുവിന് നമ്മൾ തന്നെ വീട്ടിലെല്ലാവരും കുക്ക് ചെയ്യാം എന്നാണ് പ്ലാൻ. മെനു ഒക്കെ ഇട്ട് കഴിഞ്ഞു, പക്ഷെ ഫൈനലൈസ് ചെയ്യുന്നേ ഉള്ളൂ. എന്തൊക്കെ വേണം, എന്തൊക്കെ സാധനങ്ങളാവാം, ഏത് റെസിപ്പി എടുക്കണം, അങ്ങനെ എങ്ങനെയെന്നൊക്കെ. എന്തായാലും എന്തെങ്കിലുമൊക്കെ നടക്കും. അവസാനം കരിക്കിലെ ഇരുന്നാൽ മതിയായിരുന്നു. മുന്നത്തെ വീഡിയോ ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ പറഞ്ഞു, ഇൻ കേസ് എന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറീസും പോസ്റ്റൊക്കെ കണ്ടിട്ട് ഞാനിവിടെ നല്ലൊരു എന്താ പറയാ സിമ്പിൾ ലൈഫ്, ഭയങ്കര അടിച്ചുപൊളി ലക്ഷറി ലൈഫാണ് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ അതിട്ട്. കുറേ പേര് മെസ്സേജ് അയച്ചു. ചേച്ചിയുടെ ഇൻസ്റ്റഗ്രാമൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അടിപൊളിയാണത്, പക്ഷേ ഈ പടിയുണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞു. ആക്ച്വലി അതും ഉണ്ട് ലൈഫിൽ, അതും നിങ്ങൾ കാണണം. അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇട്ടത്, അല്ലാതെ എപ്പോഴും നമ്മളൊരു സുഖമായിട്ടുള്ള ലൈഫും അല്ല. ഡാൻസ് കളിക്കാതെ നടക്കടി. ഇടിച്ചക്ക, പൈനാപ്പിൾ കിച്ചടി, ഇനിയും ബാക്കിയുണ്ട് സാധനങ്ങൾ. അങ്ങനെയാണല്ലേ. അപ്പം നമ്മൾ കൊന്നപ്പൂ സെറ്റായി. ഇനി ഫ്രൂട്ട്സും പച്ചക്കറിയും വാങ്ങാൻ വേണ്ടി നമ്മൾ പോവാണ് കടയിൽ. സാധനങ്ങളാണ് പാലും തൈര്, ഫ്രൂട്ട്സ്. ഇവര് കണിക്കൊന്ന പൊട്ടിച്ച മരം ഞാൻ കാണിച്ചു തരാം. അതാ ബിരിയാണി കഴിച്ച് നടക്കാൻ പറ്റാത്ത മൂന്നാൾക്കാർ. നാളേക്കിടാനുള്ള ബ്ലൗസിൽ കുറച്ച് കീറലുണ്ട്. അതെപ്പോഴോ സ്റ്റിച്ച് വിട്ടതാ. ഞാൻ കൊള്ളാത്ത ബ്ലൗസ് ടൈറ്റ് ഇട്ട് നോക്കിയപ്പം ഇവിടെ ഇത്ര ഭാഗം അതിപ്പം ഞാൻ തുന്നിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ളവർ നാളെ ഇടാനുള്ള ഡ്രസ്സ് തേക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. മുണ്ടും ഇതെല്ലാം തേക്കാൻ കൊടുക്കണം. പിന്നെ ചേന വാങ്ങിയില്ല, കുമ്പളങ്ങ വാങ്ങിയില്ല, പിന്നെ എന്തൊക്കെയുണ്ടല്ലോ, മത്തങ്ങ. വിഷു ക്ലീനിങ് കണിസാധനങ്ങൾ സെറ്റ്. കഷ്ണങ്ങൾ നുറുക്കുന്ന ഐശ്വര്യ കേപ്പി. തൈരൊക്കെ ഇവിടെ നാട്ടിലാണെങ്കിൽ വാഴയിന്ന് പോയി വെട്ടിയെടുക്കേണ്ട സാധനം ബാംഗ്ലൂരായിട്ട് ഓർഡർ ചെയ്ത് വരുത്തിക്കണം. ഞാൻ കഷ്ടപ്പെട്ട് പോയി വാഴയെന്ന് വെട്ടിയെടുത്ത വാഴ. നമ്മള് ഭയങ്കര പ്രോയാണ്. രണ്ടെണ്ണം ഒരുമിച്ച് ചേനെന്തിനാ കഴുകണ? ഇത് മറ്റേ കരിക്കില് കടി കഴുകണ പോലെയാവോ? മുറിച്ചുണ്ടല്ലേ കഴുകണ്ട്. ഞാൻ മുറിച്ചെന്നാ മതിയോ? കയ്യ് ഞാൻ മുറിച്ചു തന്നിട്ട് ബാക്കി നീ ചെയ്തോ? എന്റെ പൊന്നൈശോ, കൈ കേടെടുത്തണോ? വെട്ടൊന്ന് തുണ്ടലുണ്ട്. സ്ലാബല്ല.
ഇല്ലടാ ഒരു അതെ അയ്യടാ പരാജയപ്പെട്ടു പോയി സമ്മതിക്കണം. ഒന്നും ഇട്ടില്ല, സിമ്പിളായിട്ട് മുറിച്ചു. കാണിച്ചു തരാം ഞാൻ. ബാ കാണിച്ചു തരാം. അയ്യടാ ഇതാ. പക്ഷെ ഇത് എന്താ പറയാ, കഴുകിയിട്ടില്ല, കട്ട് ചെയ്ത് അങ്ങനെ വെച്ചുള്ളൂ. ഇനി ഇത് സദ്യ ആരാണ് നാളെ? അതാണ് ഞാനാണ് നാളത്തെ ഷെഫ് ഗൈസ്. അതുകൊണ്ട് എത്ര നേരം ഒന്നും മുറിക്കാതിരുന്നു. ഇനി ഷെഫിന് ഇഷ്ടപ്പെടില്ലായിരിക്കോ വിചാരിച്ചു. മെഷർമെന്റ്സ് ഒക്കെ എനിക്ക് ഭയങ്കര മുഖ്യ. കറക്റ്റ് ആണ്. ദോശ കാത്തിരിക്കുന്ന അതെ, ദോശ അല്ല ഒന്ന് പറയട്ടോ ചിലപ്പോ രാവിലെ ഇപ്പോഴല്ലേ പറഞ്ഞു. ബാക്കി ഇതൊക്കെ ഇവിടെ കുളി കഴിഞ്ഞു. സോ എല്ലാവരെയും വിളക്ക് കത്തിച്ച് വിളിച്ചെണീപ്പിക്കേണ്ട ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണ്. കല്ല് വീഴണം. പക്ഷേ കല്ല വീഴും. വളക്ക് വളക്ക് ഹാപ്പി വിഷു. ഞാനെന്താ ചെയ്യണ്ടേ? കാലൊന്നും പിടിക്കണ്ട. ഗുഡ് മോർണിംഗ് ഗൈസ്. മോള് എന്താ കാര്യമായിട്ട് ചെയ്യണേ? കൊന്നപ്പോ എടുത്തേക്ക് ബാക്കിയുള്ളത് നമുക്ക് മറച്ച് വെക്കായിരുന്നു. ഓക്കെ, കഷ്ണങ്ങളൊക്കെ കുറെ റെഡി. എൻ്റെ ഫേവറേറ്റ് മത്തങ്ങ എലിശ്ശേരിയാണ് ആദ്യം ഇട്ടാക്കണേ പറഞ്ഞു ഞാൻ പണി കിട്ടാണ്. ഈ മത്തങ്ങ എലിശ്ശേരി അല്ലെങ്കിൽ അതന്നെ പയറ് വേവിക്കാൻ. റിമോട്ട് 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 നീനെ റീ റീ അർജുൻ റീ 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 റിമോട്ട് എന്താ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്ത പോലെ ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്തിട്ടല്ലോ. ഇല്ല. ചുരുട്ടോ ഒന്നിട്ട് ചുരുട്ട്. ഹാപ്പി വിഷു. എന്താ അവിടെ ഉണ്ടായേ? കാശ് കൊടുത്താൽ തിരിച്ചു കൊടുക്കാൻ പാടില്ല കേട്ടോ. ആര് തന്നാലും വാങ്ങി ഞാൻ പോകട്ടെ തിരിച്ചു തരാം. പുത്രനാണ് സോ ഞാൻ റെഡിയായി, എല്ലാവരും റെഡി ആവുന്നു. പക്ഷെ മോന് റെഡി ആയിട്ടില്ല. മോന് ഇപ്പോഴും കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാവം മുഖമൊക്കെ ഭയങ്കര ക്ഷീണമായി. എക്സോസ്റ്റഡ് ആണോ? എങ്ങനെയുണ്ട് സദ്യ? ഒരിക്കൽ ഫസ്റ്റ് ടൈം അല്ലേ സദ്യ? എപ്പോഴും നമ്മൾ കൂടുതൽ നോൺ വെജ് ഒക്കെയാണ് മോനു കുക്ക് ചെയ്തിട്ടുള്ളത്. സദ്യ ആദ്യമായിട്ടാണ്. അപ്പോൾ എങ്ങനെയുണ്ട്? എന്താണ് ഈസി, നോൺ വെജ് കുക്ക് ചെയ്യാനാണോ ഓർ സദ്യയാണോ ഈസി? കൊറേ സ്റ്റെപ്സ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഏതില്? വെജിലാണ്. ഓക്കെ. സോ നമുക്ക് ഓൾറെഡി കുറേ സാധനങ്ങൾ റെഡി ആയിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. സോ മത്തങ്ങ എലിശ്ശേരി റെഡിയാണ് ആദ്യം തന്നെ. പിന്നെ അവിയൽ റെഡിയാണ്. ഇത് കാളൻ. ഓഫ്, അടിപൊളി. കാണാനെല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ എനിക്ക് തോന്നുന്നത് കുമ്പളങ്ങ ഓലനാണ്. അതിനാണ് തേങ്ങാപ്പാൽ ചെയ്തതല്ലേ? യെസ്, തേങ്ങാപ്പാല് അമർത്തി പിഴയണോ? മറ്റേ ക്ലോത്ത് ഉണ്ടെങ്കിൽ ഈസി ആയിരുന്നേനെ. ഓക്കെ, ഞങ്ങൾ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. എന്തായാലും സദ്യയായിട്ട് തുടങ്ങാം അല്ലേ? താങ്ക് യു മോനു ഞങ്ങൾക്ക് വേണ്ടി കുക്ക് ചെയ്യണേ. നമുക്ക് അപ്പോഴേക്കും തുണി കിട്ടി പിഴിയാൻ. അങ്ങനെ ഒഴിക്കുകയാണ്. രണ്ടാം പാൽ. പൈനാപ്പിൾ പച്ചടി റെഡി.
ഞങ്ങളൊക്കെ ടേസ്റ്റ് ചെയ്ത്. ആക്ച്വലി മോന് ഷെഫ് ആവേണ്ട ആളായിരുന്നു സത്യമായിട്ടും. ഞാൻ പഠിക്കാൻ പോവാ ഷെഫ്. ആ പഠിക്കണ്ടൊക്കെ അറിയാലോ. ഇതാ നമ്മള് നേരത്തെ ഇത് കാണണ്ടില്ല, ഓലൻ പെർഫെഷ്യോ. ഇത് കഴിഞ്ഞിട്ട് കുളിക്കും പാവം. ആ മുന്തിരിങ്ങ ഇതിലിടാന് എന്താ ഓക്കെ ബൈ. കുക്കിംഗ് കഴിഞ്ഞ് പോയി. അടുത്ത ഷെഫ് ഇതാ ഇവിടെ എത്തിയിരിക്കുന്നു സാമ്പാർ ഉണ്ടാക്കാൻ. സാമ്പാറല്ലേ? അതെ. വേറെന്താ പിന്നെ നമ്മൾ റൈസാണ് വെച്ചിരിക്കണേ. ഞാൻ വെറും കയ്യാൾ. ആരുണ്ടാക്കിയേ? അമ്മ എങ്ങനെ സാധിക്കുന്നു ഇങ്ങനെ? എത്ര മണിക്ക് ഉണ്ടാക്കാൻ തുടങ്ങി? 9 മണിക്കല്ലേ 9 മണിക്ക് തുടങ്ങി. ആ എന്നിട്ടിപ്പോ സമയം പക്ഷെ 1:30 ആകുമ്പോഴേക്കും തീർന്നു. മോന് എല്ലാരും എന്താ അഭിപ്രായം? ഫേവറേറ്റ് മത്തങ്ങ ഇരിശ്ശേരി നോക്കട്ടെ. ഇനി ഓലൻ. ഞാനും വിചാരിച്ചു എല്ലാം സാമ്പാറൊന്നും വേണ്ടേ? ഓലന്റെ പിന്നെ ഓലന്റെ ടേസ്റ്റ് അല്ലാതെ അല്ല ആയിട്ടുണ്ട്. Which means നന്നായിട്ടുണ്ട്. അവിയില് അവിടെ രഘുവേട്ടനാണ് ആത്മാർത്ഥമായിട്ട് തിന്ന് തീർക്കണ ആളെ. അതാണ് കാളൻ. ഞാൻ കാളൻ ഫാൻ അല്ല, പക്ഷെ നോക്കട്ടെ. കഷ്ടപ്പെട്ട് പുളിയുള്ള തൈര് തേടി കണ്ടുപിടിച്ചതാ. പൈനാപ്പിൾ പച്ചടി. ആ ഇത് അടിപൊളി. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം. ഇനി മോളിന്റെ സാമ്പാർ. അതെ, അവളെന്നെ തിന്നുന്നു, അവളെന്നെ അഭിപ്രായം പറയും. മോളെന്നെ സാമ്പാർ. ഓ ഫുള്ള് ലഗേജ് രഘുവേട്ടൻ. 500 രൂപ കേട്ടോ. ചോറ് സാമ്പാർ നന്നായി. ആയിക്കോട്ടെ. കടിച്ച് തിന്നണോ അതപ്പോ? അത് എനിക്കിട്ടതാ മോന്, എനിക്കിട്ട് തരുമോ? ഇടയ്ക്ക് ഇതൊന്ന് വെച്ചേട്ടെ. അപ്പൊ എനിക്കും ആരും ചെയ്തൊന്നുമില്ല. എനിക്ക് ഒരല്ല മതി. വീടക്കടയിലായിരുന്നോ? നമ്മൾ ഈ പാക്കോട് കൂടി ഈ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യുന്നു. ഹാപ്പി വിഷു. എന്നാ നമുക്ക് മോള് വരുന്നവരെ വെച്ചോ. ലോക്കൊടൊന്ന് മുറിച്ചു കളയോ? ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ബൈ ബൈ.